ഹലോ, നമുക്കെവിടെ പോയാലോ? പോവാ. ഇപ്പോൾ വൈകുന്നേരമായി. കണ്ടോ, സൂര്യനെ കാണുമെന്നറിയില്ല. ഇല്ല ഗൈസ്, കാണില്ല. സൂര്യൻ ഇത്ര കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ പറ, പോവാ. ഈ ചക്ക പ്ലാവിൽ ചക്ക കൊടുക്കുന്നുണ്ട്. കാണില്ല, കുറേയെല്ലാം കരിഞ്ഞ് കൊതുവിന്റെ പട. പോവാ, പറ. കാഞ്ഞങ്ങാട്. കുറച്ച് കഴിഞ്ഞാ ഇവിടെ പണ്ടേ ഉണ്ടായത്. അടിപൊളി കുഞ്ഞു മാവാട്ടതാ. ആ ഒരു സ്ഥലത്ത് മൊത്തത്തിൽ കുത്തിട്ടാട്ടാ. ഈ ഒരു സൈഡ് ഒരു ഏല് മാത്രം. ചെമ്പരത്തിയും മാങ്ങയും ഒന്നാണ് ഗൈസ്. ഈ കവുങ്ങെല്ലാം ഞാൻ വെച്ചതാട്ടാ അന്നേരം. എല്ലാം ഞാൻ വെച്ച കവുങ്ങാന്നേരം. എൻ്റെ അടിപൊളി. പക്ഷെ ഇത് അന്നേരം ഇങ്ങനെ കുറേ വെള്ളം കൊടുക്കാനിട്ടല്ല, ചൂടിന് ഇപ്പം എല്ലാം പഴുത്തു. അനക്ക് അന്നേരം അതിനെ കുറിച്ചിട്ട് അറിയില്ല. എന്നിട്ട് എല്ലാം അടുപ്പിച്ച് കുഞ്ഞി തൈ ഉണ്ടായിരുന്നു, ചെറിയ മുളച്ച കുഞ്ഞി തൈ. അടുപ്പിച്ച് വെച്ചു കൊടുത്തു. പക്ഷെ ഇത്ര അടുപ്പിച്ച് വെച്ചുകൂടാന്നാ പറയുന്നത്. ഈ തെങ്ങും തൈയെല്ലാം കണ്ടതാ. ഇതൊക്കെ ഇങ്ങനെ തേങ്ങ മുളച്ചിട്ട്, തേങ്ങ വീണെടുത്ത് തന്നെ മുളച്ചിട്ട് തീർത്തതാട്ടോ. അതാ തെങ്ങും തൈയെല്ലാം കണ്ട. ഇത് നല്ല ഉഷാറായി. കാരണം ഞാൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്. ഫുഡിൻ്റെ വേസ്റ്റെല്ലാം നല്ലൊരു അയറാട്ടോ അത്. അന്നേരം നല്ലോണം ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് നല്ല വെള്ളവും കൊടുത്തോണ്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ആ തൈ ഞാൻ ആവുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇങ്ങനെ തേങ്ങ ആടെങ്ങനെ വീണിട്ട് ശ്രദ്ധിക്കാതെ മുളച്ച തൈയായിരുന്നു. സാധാരണ അങ്ങനെ ആവില്ലല്ലോ, ചള്ളായിട്ടെല്ലാം പോയല്ലേ, ചട്ടായി പോലുണ്ട്. പക്ഷെ അങ്ങ് അടിയുണ്ട് ഒരു തൈ. ഞാനൊരിട്ട് ഒരാൾക്ക് 10-20 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് വെപ്പിച്ചതാണ്. നല്ല ഉഷാറായിട്ട് ആ തൈയെല്ലാം. അപ്പോൾ പോവാലേ? ദേവട്ടം പോകുന്നതിൽ തന്നെ ഉണ്ട് അത്ര. പോവാ. വെറുതെ ഇറങ്ങിയിട്ട് നമുക്ക് കാഞ്ഞങ്ങാട് പോവാം. കാഞ്ഞങ്ങാട് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ്, പെട്ടെന്നാണ് കണ്ടത് നമ്മളുടെ ഇവിടെ ഒരു വാഴക്കൊല. ഇതും അമ്മ വെച്ചതാണ് ഗൈസ്. വാഴക്കൊല, അതിലൊരു കൂമ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് കൊത്താനായിട്ടാ. ഒരു പഴം പഴുത്തിട്ടുണ്ട്, ബട്ട് മറുവശം ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് കൊത്തി അടിപൊളിയാക്കി എടുക്കണം. അതെന്തായാലും കൊത്തു കിട്ടും. അപ്പോൾ അപ്പുറം ഒരു സപ്പോട്ടയുണ്ട്. സപ്പോട്ട ഇത് നമ്മുടെ അടുക്കൊരു തോട്ടമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുക്കൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിന്ന് അമ്മ പോയിട്ട് കാണിച്ചിട്ട് വെച്ചതാണ് കേട്ടത്. ഇല്ലാതെ കണ്ടോ, കുറേ ഉണ്ടായിരുന്നു, പറിച്ചു. അതിൽ ഇപ്പോൾ ആദ്യം വരില്ല, സീസൺ പോലും അല്ല കേട്ടോ. എന്നാലും ഇതിങ്ങനെ വളർന്നു വരില്ല. അങ്ങനെ ഒത്തുന്നടാ. അടുത്ത പഴം അത് നമ്മ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതിങ്ങനെ കീറിപ്പോയി കണ്ടോ. പഴം നല്ല പഴാന്ന്. അല്ല, എൻ്റെ പശ കൈക്കുറ്റി ഫുള്ള്.
അപ്പോൾ നമ്മൾ പോവാൻ പോവുകയാണ് കേട്ടോ. സമയം നന്ന് വൈതു. പിന്നെ നമുക്ക് സാധനം വേറൊന്നും അത്യാവശ്യം വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര വൈകിട്ട് പോട്ടില്ല. ദേവൂട്ടൻ ഏതായാലും പുറത്ത് പോവാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് അത്യാവശ്യം സാധനം വാങ്ങിക്കാനുണ്ട്. വണ്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എളുപ്പം പോയിട്ട് വരാമല്ലോ. ആ വാങ്ങിക്കുന്ന സാധനം ഏതാണെന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഗൈസ് ഇരുട്ടായി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളുടെ റോഡിന് ലൈൻ ഇട്ടു കേട്ടോ. പള്ളിയാണ് ഗൈസ്, പള്ളി. ഇതാണ് ഗൈസ് നമ്മൾ സിനിമക്ക് വരുന്ന സ്ഥലം ട്ടാ. ഇതാണ് തിയേറ്റർ. കരിക്ക് കുടിക്കാം ഗൈസ്, കരിക്ക്, നല്ല അടിപൊളി കരിക്ക്. കരിക്ക് ഷോപ്പിലേക്ക് പോവുകയാണ് ഇപ്പോൾ. സ്ഥലം വരെ പോകാണ്ടായിരുന്നു. യെസ്, ഒരുപാട് വൈതു. വേറൊരു സ്ഥലം വരെ പോകാണ്ടായി. നമുക്ക് ഇവിടുന്ന് കരിക്ക് കുടിക്കാം. നമ്മൾ കരിക്ക് കുടിച്ചു പോവുകയാണ് ഗൈസ്. തിരിച്ചു പോവുക. ഈട് കുടിക്കുന്ന ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ പെട്രോൾ അടിച്ച പെട്രോൾ പമ്പ്. വെളുത്തുള്ളിച്ചാക്ക് ഗൈസ്, വെളുത്തുള്ളിച്ചാക്ക്.
ഗൈസ് പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ടൗൺ ഗൈസ് നമ്മളങ്ങനെ നമ്മളുടെ സ്വന്തം ടൗണിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളുടെ ടൗണല്ല, ടൗണ് വേറെ ഉണ്ട്. ഇതൊരു ജംഗ്ഷൻ. ഹായ്, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടാ. വേഗം പോയിട്ട് വേഗം വന്നു. 1 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കേ.